Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about a radioactive decay series. Radioactive decay series എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സീരീസ് ഓഫ് ഡീക്കേസ് ആണെന്നുള്ളത്. അതായത് ഒരു പേരന്റ് അൺസ്റ്റേബിൾ ഹൈലി എനർജറ്റിക് റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് ഉണ്ടാവും. അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് ഒരു സ്റ്റേബിൾ നോൺ റേഡിയോആക്റ്റീവ് എലമെന്റ് ആയിട്ട് മാറും. സോ അങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ റേഡിയോആക്റ്റീവ് ഡിക്കേ സീരീസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. It is a sequence of radioactive decay where a heavy unstable atomic nucleus transforms through a series of alpha beta decays until it becomes a stable nucleus, typically an isotope of lead. So ഈ കേസിൽ നമുക്ക് സാധാരണ നാല് റേഡിയോആക്റ്റീവ് സീരീസ് ആണുള്ളത്. തോറിയം, നെപ്റ്റ്യൂണിയം, യുറേനിയം, ആക്ടിനിയം. ഇത് പഠിച്ചിരിക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തോറിയം, നെപ്റ്റ്യൂണിയം, യുറേനിയം, ആക്ടിനിയം. ഇതാണ് നമ്മുടെ പേരന്റ് ന്യൂക്ലിയസ്. ഇവരെല്ലാം ഭയങ്കര ഹൈലി റേഡിയോആക്റ്റീവ് ആണ് കേട്ടോ. സോ ഇവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തോറിയം 90-232, നെപ്റ്റ്യൂണിയം 93-237, യുറേനിയം 92-238 ആൻഡ് യുറേനിയം 92-235. ഇതാണ് ഇതിന്റെ പേരന്റ് ന്യൂക്ലിയസ്. ഈ പേരന്റ് ന്യൂക്ലിയസ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്ത് ഇത് ലെഡ്, ബിസ്മത്ത്, ലെഡ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു, ഈ നെപ്റ്റ്യൂണിയം സീരീസിന് മാത്രം എൻ പ്രോഡക്റ്റ് വരുന്നത് ബിസ്മത്ത് 83209 ആണ്. ബാക്കിയുള്ള 3 സീരീസിനെയും എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ഇത് പഠിച്ചിരിക്കണം കേട്ടോ, ഓരോ മാസ് നമ്പറും അറ്റോമിക് നമ്പർ എല്ലാം പഠിച്ചിരിക്കണേ. ഇതാണ് നമ്മുടെ എൻ പ്രോഡക്റ്റ്. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇവരുടെയൊക്കെ ഹാഫ് ലൈഫ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഹാഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറിജിനലി ഇപ്പോ എന്തെങ്കിലും ലെറ്റ് എൻ ബി ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ്. എൻ ആണെങ്കിൽ n/2 ആകാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ യുറേനിയം, തോറിയത്തിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 1.39 × 10⁻10 ഇയേഴ്സ് ആണ്. എന്തമ്മേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വർഷം എടുക്കും? ഓൾറെഡി ഉള്ളത് പകുതിയായി, പിന്നെയും പകുതിയാൻ അത്ര സമയം എടുക്കും. അപ്പോ ഈ യുറേനിയവും തോറിയവും യുറേനിയം, ആക്ടിനിയം എല്ലാ എലമെന്റ്സിന്റെയും ഹാഫ് ലൈഫുകൾ കണ്ടോ, ഇതിന്റെ മാത്രം കുറവാണ്, ബാക്കിയുള്ളതിന്റെ ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ഈ 3 സീരീസിന്റെയും പേരന്റ് എലമെന്റ് നമ്മുടെ എർത്തിൽ നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ 3 സീരീസുകളും എന്താണ്? നാച്ചുറലി ഒക്കറിങ് റേഡിയോആക്റ്റീവ് സീരീസ് ആണ്. അപ്പോ നമ്മുടെ നെപ്റ്റ്യൂണിയമോ, ഇതിന്റെ ഹാഫ് ലൈഫ് കണ്ടോ, കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാ. അപ്പം നമ്മുടെ എർത്തിന്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ ഈ നെപ്റ്റ്യൂണിയത്തിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാ. അപ്പോ ഈ നെപ്റ്റ്യൂണിയം സത്യം പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്നെല്ലാം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തതിന് ഒന്നും ഇല്ല, സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. സോ നെപ്റ്റ്യൂണിയം സീരീസ്, ഡി.കെ സീരീസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ പേരന്റ് ന്യൂക്ലിയസിനെ ലബോറട്ടറിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ സീരീസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണത്തിൽ ഈ നെപ്റ്റ്യൂണിയൻ സീരീസ് മാത്രം ആർട്ടിഫിഷ്യലി ഒക്കറിങ് റേഡിയോആക്റ്റീവ് സീരീസ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയാനായിട്ട് കേട്ടോ. ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് അതുകൂടെ ഓർത്തിരിക്കണം. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ മാസ് നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒരു സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് തോറിയത്തിനെ 4n+0 എന്നാണ്, 4n മാത്രമേ എഴുതുള്ളൂ. നെപ്റ്റ്യൂണിയം 4n+1, യുറേനിയം 4n+2, ആക്ടിനിയം 4n+3. എന്തുട്ടാണ് ഈ 4ഉം +1ഉം +2 ഒക്കെ വന്നേക്കുന്നത്? എന്താ സംഭവം? അതായത് ഇപ്പൊ ഇവിടുത്തെ എൻ പ്രോഡക്റ്റ് നോക്കിക്കേ, ലെഡ്. ഈ എൻ പ്രോഡക്റ്റിന്റെ മാസ് നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്, റിമൈൻഡർ 0 ആണ്. അതേസമയം സെക്കൻഡ് എലമെന്റ് എടുത്താൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഒരു 1 കിട്ടും. തേർഡിന്റെ കേസിൽ റിമൈൻഡർ 2 കിട്ടും. ഫോർത്തിന്റെ കേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം, റിമൈൻഡർ എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു രീതിക്കാണ് ഈ മാസ് നമ്പറിനെ ഇങ്ങനെ സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, 4n+0 is 4n, then next is 4n+1, here the remainder is 1, and then 4n+2, then 4n+3. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 4 എടുക്കാൻ കാരണം ആൽഫ ഡിക്കെ ഒക്കെ 4 അല്ലേ മാസ് നമ്പർ കുറയുന്നത്. അപ്പൊ 4ന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള റിമൈൻഡേഴ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഈ മാസ് നമ്പറിനെ ഈ ഒരു പാറ്റേണിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ലെക്ചറിൽ ഈ ഒരു
കുട്ടി കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതിന്റെ അടുത്ത ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിൻറ്റഗ്രേഷൻ എനർജിയും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ഡെറിവേഷനും ഉണ്ട്. അപ്പൊ അത് ഇതിന്റെ കൂടെ ഞാൻ ക്ലബ് ചെയ്യുന്നില്ല. So in this lecture we were discussed about the 4 radioactive series. 3 of them is naturally occurring and one is the Neptunium series is an artificially created one. Hope you all understood my lecture. For more updates, keep an eye on my educational channel lectures by Dr. Seena G. Thank you.